ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കിണറിൻ്റെ അവിടെ കുറച്ച് പണിയുണ്ട്, പിന്നെ തറയുടെ അവിടെ കുറച്ച് പണിയുണ്ട്. കുറച്ച് ഒരു വലയൊക്കെ വാങ്ങിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ പുല്ലൊക്കെ പറിക്കുകയാണ് കിണറിൽ. അതേപോലെ തന്നെ തറയുടെ അവിടെ നിറയെ ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിക്കണം. അപ്പം ഇനി മഴക്കാലമായില്ലേ, അപ്പോൾ അത് നല്ലോണം വളരും. പിന്നെ റോട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട് പോലും കാണില്ല, അങ്ങനെ വലുതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ പുല്ലൊക്കെ ഞാൻ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മഴ പെയ്തു തുടങ്ങി നിറയെ തറയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നിറയെ പൊന്തും. തേക്കും തൈ അതുപോലെ ചെടികളൊക്കെ നിറയെ പൊന്താറുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വെട്ടിയിട്ട് കളയണം. അപ്പോൾ അത് 630 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ തറ ഇട്ടിറക്കണത്. അതിപ്പോൾ 9 കൊല്ലമായി തറപ്പണി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഞ്ചായത്തിൽ നിന്ന് പാസ്സാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പാസ്സാവും എന്നൊക്കെ അറിയാം, എന്തായാലും പാസ്സാവട്ടെ. പിന്നെ മഞ്ഞ കാർഡാണ്. അപ്പോൾ എന്തായാലും എനിക്കറിയാം കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാത്തിരിക്കണത്. മഞ്ഞ കാർഡിൽ 35 കിലോ അരിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 9 കൊല്ലം ഞാൻ കാത്തിരുന്നു, എന്തായാലും ഇനിയും കിട്ടും എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിറയെ ചെടികളൊക്കെ മടാറുകൊണ്ട് കുറച്ച് വെട്ടിയിട്ടു. കാരണം തറയുടെ മുകളിൽ കത്തിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടിടണം. തറയുടെ അപ്പുറത്ത് പോയിട്ട് വേണം അത് കത്തിക്കണമെങ്കിൽ. കത്തൊന്നുമില്ല, മഴ പെയ്താൽ ഇനിയിപ്പോൾ ഒന്നും കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇപ്പോൾ 6-7 മിനിറ്റിൻ്റെ വീഡിയോ ആണിപ്പോൾ ഇനി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച കാരണേ ഒഴിവല്ല. അപ്പോൾ എന്തായാലും വിജയേട്ടൻ ഒരു കൂടിയിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക. മോനച്ഛാ കളിക്കാൻ പോയി പറഞ്ഞ് ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ, പന്ത് കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. കടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തയ്ച്ചിരിക്കുക. അപ്പോൾ ഇന്നും കടയിലേക്കൊക്കെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പകൽ അങ്ങനെ ഉറക്കം വരില്ല. അതുകൊണ്ട് കിടന്നാൽ ഉറക്കമൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്തത്. പിന്നെ അയൽക്കൂട്ടം 5:30-ക്കാണ്. പിന്നെ ഈ പണി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ല വെള്ളം കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ്. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം പുല്ലുകളൊക്കെ ചെത്തി. അപ്പോൾ തേക്ക് നിൽക്കുന്നുണ്ട് അവിടെ, തേക്കിൻ്റെ ഇലയൊക്കെ നിറയെ വീണിട്ടേ ഇനി ഇത് കാട് പോലെ ഇങ്ങോട്ട് വളരും. അപ്പോൾ ഞങ്ങളുടെ വീട് കാണാതില്ലോ, വീട് എവിടെ ചോദിക്കുന്നിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ ഇതൊക്കെ ഒന്ന് വെട്ടിക്കൂടെ ചോദിക്കും. കാരണം പെട്ടെന്നാണ് വളരുക. അങ്ങനെ ഒരുവിധമൊക്കെ വെട്ടി കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ വരും. അപ്പോൾ പിന്നെയും അങ്ങനെ വെട്ടണം. അങ്ങനെ ഞാൻ തറയൊക്കെ വൃത്തിയാക്കി. കട്ടയൊക്കെ ഇറക്കിയിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോഴേക്കും അയൽക്കൂട്ടത്തിന് പോകുമ്പോൾ സുലിച്ചേച്ചി ആദ്യം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്ക വെട്ടി കൊടുത്തതാണ്. ആ സുലിച്ചേച്ചിയും കൂടി ചക്ക പറിക്കാനൊക്കെ കൂടി. പിന്നെ മോനുള്ളത് കവറിൽ കുറച്ചിങ്ങനെ ആക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ആടുകളുടെ ഒരു വരവ് കേട്ടോ. ആടുകളെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിങ്ങനെ ചക്ക തിന്നലും പറിക്കലൊക്കെ നമ്മൾ ആടുതാ വന്നിട്ട് ഞങ്ങളുടെ അതിൻ്റെ മണം കേട്ടിട്ടും ചക്ക ആർത്തിയോടുകൂടെ നമുക്ക് മഴ പെയ്ത പോലെയാണ്. പെട്ടെന്ന് ചക്ക കണ്ടപ്പോൾ ആട് നല്ലൊരു ആക്രമണം കാണിച്ചു. എൻ്റെ കയ്യിലും ചക്ക, സുറിച്ചേച്ചിയുടെ കയ്യിലും ചക്ക. എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഞാൻ ഒരു കൈ കൊണ്ട് മെല്ലെ പൊക്കി പിടിച്ചു, എന്നിട്ടിങ്ങനെ ആട്ടി. പാവം കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ സുൽച്ചേച്ചിയുടെ കവറിലത്തൊക്കെ കഴിക്കാനൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ
ആടും കുട്ടികളുടെ വിശപ്പ് കുറച്ചൊക്കെ മാറിയിട്ടോ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ആടിൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നുണ്ട് ചക്ക കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ വേഗം ചക്കയൊക്കെ എടുത്ത് വെക്കട്ടെ. കുറച്ചൊക്കെ ചക്ക തിന്നിട്ടുണ്ട്. ഓക്കെ, ബായ്.